ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെൽത്തി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽത്തി ദോശ എന്തെന്ന് വെച്ചാൽ നമ്മുടെ റാഗി ദോശ കേട്ടോ. ഈ റാഗി എന്ന് പറയുന്നത് നമ്മുടെ മുത്താറെന്ന് പറയുന്നില്ലേ, അതാട്ടോ. അപ്പം ഇതിൽ റാഗിയിൽ നമ്മുടെ അയൺ, പിന്നെ കാൽസ്യം, പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ റാഗി എന്ന് പറയുന്നത്. ഞാനിവിടെ റാഗി ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി. അതിനുശേഷം ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ റാഗി ഉപയോഗിച്ച് എൻ്റെ കുട്ടികൾക്കൊക്കെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. നല്ലതാണ്. നമ്മുടെ പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ റാഗി നല്ലതാണ്. നമ്മുടെ എല്ലിന് ബലം കിട്ടാനൊക്കെ നല്ലവണ്ണം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ റാഗി. അപ്പോൾ ഞാനിവിടെ ഈ ജാറിലോട്ട് ഒരു സവാള കൂടി ഇടുന്നുണ്ട് കേട്ടോ. സവാള ഞാനൊരു മണത്തിനായിട്ട് ഇടുന്നതാണ് കേട്ടോ, ഒരു സ്വാദിനും വേണ്ടി. ഇത് മസ്റ്റല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സവാള ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ റാഗി അരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് ഭയങ്കര കട്ടിയായതുകൊണ്ട് ഞാനിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റാഗി മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശക്കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് വെളിച്ചെണ്ണ തടവി കൊടുത്തു. ഞങ്ങളിവിടെ കുക്കിങ്ങിനായി വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിക്കാറുള്ളത്. അതിനുശേഷം ഞാൻ ഈ റാഗി മാവ് നമ്മുടെ ദോശക്കല്ലിലോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ഈ സവാള ഒഴിവാക്കി ഇതിലോട്ട് നമ്മൾ ശർക്കര ഇട്ടാൽ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മൂട് കൊണ്ട് ഇത് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വേവുന്ന വരെ കാത്തിക്കാം. അപ്പോൾ നമ്മുടെ ദോശ വെന്തിട്ടുണ്ട്. ഞാനൊരു തവിയെടുത്ത് ദോശ എടുക്കുന്നുണ്ട് കേട്ടോ. ദോശയുടെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. നമ്മൾ ഒഴിക്കുമ്പോൾ ഇല്ല കളറൊന്നും ഇല്ല കേട്ടോ ഇപ്പം. അപ്പം നമ്മുടെ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.